ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ബിറ്റ് സ്ട്രീം 100111101 is transmitted using the standard CRC method. The generated polynomial is sq plus 1. Show the actual bit string transmitted. നമുക്കിതിൽ ഓൾറെഡി ഒരു ബിറ്റ് സ്ട്രീം തന്നിട്ടുണ്ട്. നമുക്ക് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഡാറ്റനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഡാറ്റ ലിങ്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിസീവറിലോട്ട് കൊടുക്കണം. ആ റിസീവറിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മളുടെ ആക്ച്വൽ ഡാറ്റേൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റിഡൻഡൻറ്റ് ബിറ്റും കൂടെ ആഡ് ചെയ്യും. ആ റിഡൻഡൻറ്റ് ബിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ജനറേറ്റർ പോളിനോമിയലുണ്ട്. ആ ജനറേറ്റർ പോളിനോമിയലിൽ നിന്ന് നമ്മൾ ആക്ച്വൽ ബിറ്റ് സ്ട്രീമും ജനറേറ്റഡ് പോളിനോമിയലിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ചെറിയൊരു ബിറ്റ് സ്ട്രീം ഉണ്ടാവും. ആ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട റിഡൻഡൻറ്റ് ബിറ്റ് എന്താണോ അതും കൂടെ കിട്ടും. എന്നിട്ട് ഇതും ആക്ച്വൽ ബിറ്റും നമുക്ക് കിട്ടിയിട്ടുള്ള റിഡൻഡൻറ്റ് ബിറ്റും രണ്ടും കൂടെ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ബിറ്റ് സ്ട്രീം എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു റിഡൻഡൻറ്റ് ജനറേറ്റഡ് പോളിനോമിയൽ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ജനറേറ്റഡ് പോളിനോമിയലാണ് x³ + 1. ഇതിനെ നമ്മൾ വൺസിൻ്റെയും സീറോസിൻ്റെയും ഫോമിലാക്കി മാറ്റണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ആക്ച്വൽ ബിറ്റിന് എന്ത് ചെയ്യുക, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആക്ച്വൽ ബിറ്റിലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ വൺസിൻ്റെയും സീറോസിൻ്റെയും ഫോമിലാക്കണം. x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × x³ ആണ് എന്ത്, x³ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലസ് 0 × x² പ്ലസ് 0 × x പ്ലസ് 1 × x⁻0. നമ്മൾ എന്ത് ചെയ്തു, വൺസിൻ്റെയും സീറോസിൻ്റെയും അതേപോലെ തന്നെ എക്സിൻ്റെയും ഫോമിലേക്ക് എന്ത് ചെയ്തു, മാറ്റി എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്, അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ബിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ആയിരിക്കും 1 × x³ 1, നെക്സ്റ്റ് 0 × x² 0, നെക്സ്റ്റ് 0 × x 0, നെക്സ്റ്റ് 1 × x⁻0 എന്ന് പറയുന്നതിൻ്റെ എന്താണ് 1. നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് 1001 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ആക്ച്വൽ ബിറ്റ് സ്ട്രിങ്ങിന് എന്ത് ചെയ്തു, നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ജനറേറ്റഡ് പോളിനോമിയലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഈ വാല്യൂസ് 1001 ഇവിടെ 4 ബിറ്റ്സ് ഉണ്ട്. നമുക്കൊരു 4 ബിറ്റ്സ് ഉള്ള ഒരു ബിറ്റ് ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യൂ, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 ബിറ്റ്സ് എടുത്തു. 1 × 1001 1001 അങ്ങനെയാകുന്ന സമയത്ത് എന്താണ് 11 0 0 0 0 0 0 0 1 1 0. നമ്മളിവിടെ XOR ഓപ്പറേഷനാണ് ചെയ്യുന്നത്. XOR നമ്മൾ വൺസ് ആൻഡ് വൺസ് വന്നു കഴിഞ്ഞാൽ 0 ആയിരിക്കും, സീറോസ് ആൻഡ് സീറോസ് വന്നു കഴിഞ്ഞാൽ 0 ആയിരിക്കും, വൺസും സീറോസും വന്നു കഴിഞ്ഞാൽ മാത്രം എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്തു, 4 ബിറ്റ് പൊസിഷനിലും എന്ത് ചെയ്തു, 0 എന്നുള്ള വാല്യൂ ആണ്. എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ബിറ്റ്സ് ഏതൊക്കെയാണോ അതിനെ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 1 ഈ 1ൽ 1001 എന്നുള്ള പറഞ്ഞത് പോവോ, ഇല്ല പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 0 കൊടുക്കും. നെക്സ്റ്റ് അഗെയിൻ 1 11 എന്ന് പറയുന്ന ബിറ്റ് 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അഗെയിൻ എന്ത് ചെയ്തു, നമ്മളിവിടെ 0 കൊടുത്തു. നെക്സ്റ്റ് എന്താണ് 0. ഇവിടെ 3 ബിറ്റ്സ് ആണ്, 110 എന്നുള്ളൊരു എലമെൻ്റ് ആണ്. 1001 എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെയും 0 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് 1. അപ്പോൾ ഇവിടെ എന്തായി 4 ബിറ്റ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 1001 1 0 0 1. അപ്പോൾ ഇതിനെ നമ്മൾ എഗെയിൻ എന്താണ് XOR ഓപ്പറേഷൻ ചെയ്യുക. 1 1 എന്താണ് 0 0 0 0 0 1 0 1 1 0 0. അപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന ബിറ്റ് എന്തായിരിക്കും, 1 0 0 1 1 1
0 1 1 0 0. ഇതാണ് നമ്മുടെ റിഡൻഡൻറ്റ് ബിറ്റ്. ഇതും കൂടെ എന്ത് ചെയ്യുക, ആക്ച്വൽ ബിറ്റുമായിട്ട് ആക്ച്വൽ ബിറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഡാറ്റനെ നമ്മൾ സെൻഡ് ചെയ്യുക. അങ്ങനെയാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്.